പ്രിയപ്പെട്ടവരെ, വളരെ സ്നേഹപൂർവ്വം നിങ്ങൾക്ക് യേശു ക്രിസ്തുവിൻ്റെ സന്തോഷവും സമാധാനവും ഞാൻ ആശംസിക്കുന്നു. ഈ വചനം കേൾക്കുന്ന നിങ്ങളുടെ എല്ലാവരുടെ ജീവിതങ്ങളിലും ദൈവം അത്ഭുതകരമായി വഴി നടത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഇന്ന് നിങ്ങൾക്ക് വചനം പങ്കുവയ്ക്കാൻ ആഗ്രഹിച്ചപ്പോൾ മനസ്സിലേക്ക് കടന്നു വന്ന ഒരു കൊച്ചു കഥ, നിങ്ങളും ഞാനും പല പ്രാവശ്യം കേട്ട കഥ, മലയാളത്തിലെ ഒരു പഴഞ്ചൊല്ലിൽ നിന്ന് രൂപം കണ്ട ഒരു കഥയാണ് വഞ്ചി ഇപ്പോഴും തിരുനക്കര തന്നെ എന്ന്. വഞ്ചി ഇപ്പോഴും തിരുനക്കര തന്നെ. തമാശയായി ആരോ പറഞ്ഞു വരുത്തിയ കഥയായിരിക്കാം അത്. രണ്ട് അളിയന്മാർ, അളിയനും കൂടെ ആലപ്പുഴ ചന്തയ്ക്ക് സാധനം വിൽക്കാൻ പോയ കഥ. കുറേ സാധനങ്ങൾ ഗ്രാമങ്ങളിൽ നിന്നൊക്കെ മേടിച്ച് തൻ്റെ തോണിയിൽ കയറ്റി രാത്രി മുഴുവൻ തുഴഞ്ഞ് വെളുപ്പാങ്കാലത്ത് ആലപ്പുഴ ചന്തയിൽ കൊണ്ടുപോയി വിൽക്കാൻ തയ്യാറാകുന്ന അളിയന്മാർ. പകൽ മുഴുവൻ ഓടി നടന്ന് അവിടുന്ന് ഇവിടുന്നൊക്കെ ശേഖരിച്ച് വഞ്ചി നിറച്ചു. രാത്രി മുഴുവൻ തുഴഞ്ഞാലേ വെളുപ്പിന് ചന്തയിലെത്തുകയുള്ളൂ. അതുകൊണ്ട് ഇവർ ഈ വഞ്ചിയെ യാത്ര പുറപ്പെടുന്നതിന് മുമ്പ് തിരുനക്കരയിൽ തീരത്തടിപ്പിച്ചിട്ട് പറഞ്ഞു, വലുതും കഴിച്ചിട്ട് പോകാം, രാത്രി മുഴുവൻ തുഴയേണ്ടതല്ലേ. അവരെ തൊട്ടടുത്ത കള്ള് ഷാപ്പിലേക്ക് അടുപ്പിച്ചു. ഈ വഞ്ചി കൊണ്ടുപോയി ഒഴുകി പോകാതിരിക്കാൻ വേണ്ടി ഇതിൻ്റെ കയറ് കൊണ്ട് തെങ്ങയെ കൊണ്ട് കെട്ടി. എന്നിട്ട് തൊട്ടടുത്ത കള്ള് ഷാപ്പിൽ പോയി വയറ് നിറച്ച് കള്ളു കുടിച്ചു. പഴയ കഥയാണ്. വയറ് നിറച്ച് കള്ളു കുടിച്ച് എന്തൊക്കെയോ കപ്പ ഇറച്ചി മേടിച്ചൊക്കെ തിന്ന് നല്ല ഭംഗിയായി ആസ്വദിച്ചു. അത് കഴിഞ്ഞപ്പോൾ നേരം വൈകിയെങ്കിലോ പെട്ടെന്ന് പോകണം. രണ്ടുപേരോട് ചാടി കയറി വന്ന് ഈ വഞ്ചിയെ കയറി തുഴഞ്ഞു. മാറി മാറി തുഴഞ്ഞു. നേരം പരുപരാ വെളുക്കുന്നേരം വരെ തുഴഞ്ഞു. നേരം വെളുക്കാറാകുമ്പോൾ ഇത് എവിടെ എത്തിയെന്നറിയാൻ വേണ്ടി ചുറ്റിലുമൊക്കെ തിരിഞ്ഞു നോക്കി. ചുറ്റും തിരിഞ്ഞു നോക്കിയപ്പോൾ ഒരു വല്ലാത്ത സംശയം, ഇത് എവിടെയാ, സ്ഥലം മാറിപ്പോയോ? ഇത്ര കൂടി വെളുക്കാൻ വേണ്ടി നോക്കിയപ്പോൾ അവർക്ക് സംശയം. ഒരുത്തൻ വിളിച്ചോ, അളിയാ, നമ്മൾ ആലപ്പുഴ എത്തിയില്ലല്ലോ, ഇത് ആലപ്പുഴ അല്ലല്ലോ കാണുന്നത്, വേറെ എവിടെയാണല്ലോ കാണുന്നത്, രാത്രിയിലെങ്ങാനും ദിക്ക് മാറിപ്പോയോ, ഇതെന്നാ പറ്റി? ചുറ്റിലും തിരിഞ്ഞപ്പോൾ അവർ നോക്കിയപ്പോൾ അവർ ഒരു സ്ഥലത്ത് നോട്ടം എത്തിയപ്പോഴാണ് ഞെട്ടിപ്പോയത്. ഇവർ കാണുന്ന എന്താ? തിരുനക്കരയിൽ അവർ കള്ളു കുടിക്കാൻ കയറിയ കള്ളു ഷാപ്പ് തന്നെയാണ് കാണുന്നത്. ഇവിടം വിട്ട് പോയിട്ടില്ലല്ലോ. എന്നാ പറ്റി? അതായത് രാത്രി മുഴുവൻ 3-4 മണിക്കൂർ തുഴഞ്ഞു, പക്ഷെ ഇവിടം വിട്ട് പോയിട്ടില്ല. എന്താ സംഭവിച്ചത്? അപ്പോഴാണ് ഇവർ സൂക്ഷ്മതയോടെ നോക്കിയപ്പോഴാണ് മനസ്സിലായത്, ഇവർ ഈ വഞ്ചി ഒഴുകി പോകാതിരിക്കാൻ വേണ്ടി കെട്ടിയിട്ട ഈ കയറ് അഴിക്കാതെയാണ് കയറി നിങ്ങൾ തുഴഞ്ഞത്. രാത്രി മുഴുവൻ തുഴഞ്ഞു, പക്ഷേ വഞ്ചി മുന്നോട്ട് പോയില്ല. കാരണം ഇത് കെട്ടിയിട്ടിരുന്ന കയറ് അവർ അഴിച്ചു മാറ്റിയില്ല. അവിടെ നിന്നാണ് പഴഞ്ചൊല്ലുണ്ടാകുന്നത്, വഞ്ചി ഇപ്പോഴും തിരുനക്കര തന്നെ. ഒരുപാട് ആഗ്രഹിച്ചു പോകാൻ, ഒരുപാട് പരിശ്രമിച്ചു പോകാൻ, പക്ഷേ ഒട്ടും പോയില്ല. കാരണം ഈ കെട്ടിയിട്ടിരുന്ന കയറ് അഴിച്ചു മാറ്റിയില്ല. പ്രിയപ്പെട്ടവരെ, നമ്മുടെ പലരുടെ ജീവിതത്തിൽ വിജയിക്കണമെന്നും വളരണമെന്നും ഒക്കെയുള്ള ചിന്തകളുണ്ട്, പക്ഷെ ഒട്ടും വളരുന്നില്ല. കാരണം എന്താ? നമ്മളെ കെട്ടിയിട്ടിരിക്കുന്ന ചില കയറുകൾ നമ്മൾ പൊട്ടിക്കണം. ഈ കയറുകൾ അഴിച്ചു മാറ്റാതെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. ജീവിതത്തിൽ പലപ്പോഴും നമ്മളൊക്കെ ചില സുരക്ഷിതമായ മേഖലകൾക്ക് വേണ്ടി ചില കയറുകൾ കൊണ്ട് നമ്മൾ കെട്ടിയിട്ടിരിക്കും. അത് ചെയ്യാൻ പറ്റിയല്ല, ഇത് ചെയ്യാൻ പറ്റിയല്ല, അങ്ങനെ പോയാൽ ശരിയാകില്ല, ഇങ്ങനെ പോയാൽ ശരിയാകില്ല. പക്ഷേ ഈ കയറ് അഴിച്ചു മാറ്റാനും അറുത്തു മുറിച്ചു മാറ്റാനും മനസ്സ് ധൈര്യം കാണിക്കുമ്പോഴാണ് ജീവിതത്തിൽ നമ്മൾ വിജയങ്ങളിലേക്ക് പോവുക. പ്രിയപ്പെട്ടവരെ, ഈ ലോകത്ത് വിജയിച്ചവർ എല്ലാവരുടെയും കഥകളെടുത്ത് നോക്കിയറിയാം. ഇവരുടെ ആരുടെയും വിജയം മുകളിൽ നിന്ന് മന്ന പെയ്തതുപോലെ പെയ്തിറങ്ങിയതല്ല. ഇവരുടെ ആരുടെ മേലും അത്ഭുതം പെയ്തിറങ്ങിയ അല്ലതല്ല. അത്ഭുതകരമായ ഒരു മേഘം വന്ന് പെയ്തിറങ്ങിയൊന്നുമല്ല. മറിച്ച് ഇവരുടെ ജീവിതത്തിലും ചിന്തകളിലും ചില മാറ്റങ്ങൾ വരുത്താൻ തയ്യാറായപ്പോൾ ഉണ്ടായ കുതിച്ചുകയറ്റമാണ്. കഴിഞ്ഞ ദിവസം ഞാൻ കണ്ണൂർ ഒരു പൊതുസമ്മേളനത്തിൽ പങ്കെടുത്തു. ദീപിക ദിനപത്രം കണ്ണൂർ എഡീഷൻ്റെ രജത ജൂബിലി ആഘോഷിച്ചപ്പോൾ അതിൽ സമ്മേളനത്തിൽ പങ്കെടുത്തു.
അന്ന് ചില വിശിഷ്ടരായ വ്യക്തികളെ അവർ ആദരിച്ചു. അപ്പോൾ എൻ്റെ അടുത്തിരുന്ന 2 വ്യക്തികളെ ഞാൻ ശ്രദ്ധിച്ചു. അതായത് കണ്ണൂർ ജില്ലയുടെ മലബാറിൻ്റെ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് തങ്ങളുടെ ജീവിത സാഹചര്യത്തിൽ വിജയിച്ച ചില ആളുകളെ കണ്ടെത്തി ഈ പത്രം ആദരിക്കുകയായിരുന്നു. വളരെ പ്രഗത്ഭരായ പല ആളുകളുടെയും കൂട്ടത്തിൽ ഈ 2 പേരെ ഞാൻ പ്രത്യേകം ശ്രദ്ധിച്ചു. ചെറുപുഴയ്ക്കപ്പുറത്ത് ഒരു 10 കിലോമീറ്റർ അപ്പുറത്ത് കറണ്ട് പോലും ഇല്ലാത്ത ഒരു കൊച്ചു കുഗ്രാമത്തിൽ ജനിച്ചു വളർന്ന അനീഷിനെ ഞാൻ പ്രത്യേകം ശ്രദ്ധിച്ചു. അവന് കറണ്ട് പോലും ഇല്ലാത്ത ഒരു കൂരപ്പരയെ താമസിച്ച പയ്യൻ പ്രാഥമിക വിദ്യാഭ്യാസം +2 PDC കഴിയുമ്പോൾ വീടിനെ പോറ്റാൻ വേണ്ടി കണ്ടക്ടർ ജോലിക്ക് ഇറങ്ങിപ്പോൾ ഒരു ബസ്സേ കണ്ടക്ടർ. പതുക്കെ അവൻ അവിടുന്ന് ഈ കണ്ടക്ടർ പണി എടുത്തോളം പോകാൻ ചിന്തിച്ചു, ഇനി എനിക്ക് വിജയിക്കാൻ പറ്റിയാലേ. അവന് ആരോടോ കൂട്ടുകാരൻ്റെ കൂടെ ചേർന്ന് ഒരു ഇൻവേർട്ടർ ഉണ്ടാക്കാൻ പഠിക്കുകയാണ്. കറണ്ടിൻ്റെ പണി, ഇലക്ട്രിക്കൽ പണി. ബാറ്ററി മേടിച്ച് അത് നന്നായി എന്ന് പറഞ്ഞപ്പോൾ ആർക്കും ഇൻവേർട്ടർ ഉണ്ടാക്കി കൊടുത്തു, വേറെ ഇൻവേർട്ടർ ഉണ്ടാക്കി കൊടുത്തു. അങ്ങനെ അവനൊരു ഇൻവേർട്ടറിൻ്റെ ബിസിനസ് അങ്ങ് തുടങ്ങി. കണ്ടക്ടർ പണി മാറ്റി. പിന്നെ അത് കുറച്ചുകൂടി വിപുലമായി തീർന്നു. കൂട്ടുകാരെ കൂടെ ചേർന്ന് പ്രവർത്തിച്ചു. ഇങ്ങനെ ഇവൻ ആ മലയോരത്തുനിന്ന് കറണ്ട് പോലും ഇല്ലാത്ത സ്ഥലത്തുനിന്ന് താഴേക്കിറങ്ങി നഗരത്തിൽ വന്ന് കറണ്ട് കൊണ്ടുകൊണ്ടുള്ള തന്നെ ബിസിനസ്സുകൾ സ്ഥാപിച്ച് അവനിങ്ങനെ വിജയിച്ച് കയറിപ്പോയി. സെർവോസോണിക് എന്നൊരു പുതിയ പ്രസ്ഥാനമൊക്കെ ഉണ്ടാക്കി. ഞാൻ അവൻ്റെ ബിസിനസ് മേഖലയെക്കുറിച്ച് പറയാമല്ലോ. ഇന്ന് ഏതാണ്ട് ഒരു 100 കോടി രൂപ ആസ്തിയുള്ള വലിയൊരു ബിസിനസ് സ്ഥാപനത്തിൻ്റെ ഉടമസ്ഥനാണ് അവൻ. ഞാൻ അത്ഭുതത്തിൽ നോക്കിയെന്നവനെ എനിക്ക് സന്തോഷം തോന്നി. കാരണം ഇവൻ്റെ സാധാരണ ഫ്രെയിം വർക്കിൽ നിന്നും പുറത്ത് കടക്കാൻ ശ്രമിച്ചു, അവിടെ വിജയിച്ചു. എൻ്റെ വലതുവശത്തിരുന്ന വേറെ വ്യക്തിയും കൂടെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കാം. അവിടെ ബിസിനസ്സിന് വേണ്ടി അവരെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയല്ല. ചെറുപുഴയ്ക്ക് അപ്പുറത്ത് തോമാപുരം എന്നൊരു സ്ഥലം, അതിനപ്പുറത്ത് 4 കിലോമീറ്റർ അപ്പുറത്ത് മണ്ഡപം എന്നൊരു കൊച്ചു ഗ്രാമം. ഈ ഗ്രാമത്തിൽ SSC വരെ പഠിച്ച് തോമാപുരത്ത് ഹൈസ്കൂളിലേക്ക് നടന്നു പോയി പഠിച്ച ഡെന്നി എന്ന് വയ്യുന്ന പയ്യൻ, അവൻ ആ പഠനം കഴിഞ്ഞ് ഡിഗ്രി പഠിക്കാൻ വേണ്ടി PDC ഡിഗ്രി പഠിക്കാൻ വേണ്ടി കേരളത്തിലെ മധ്യഭാഗത്തേക്ക് എത്തും. അപ്പോൾ അവൻ ജോലിക്ക് വേണ്ടി പുറം രാജ്യങ്ങളിൽ പഠിക്കാൻ വേണ്ടി പല ബിസിനസ് സ്ഥാപനങ്ങൾ പഠിക്കാൻ പോകാനുള്ളതിനെക്കുറിച്ച് യൂണിവേഴ്സിറ്റികളും കോളേജും എവിടെ അതൊക്കെ അന്വേഷിക്കാം. അപ്പോഴവന് തോന്നി പലരെയും ഇതുപോലെ ജോലിക്ക് പഠനത്തിനായി പുറത്തു വിടാൻ പറ്റുമല്ലോ. അവനൊരു ട്രാവൽ ഏജൻസി പതുക്കെ തുടങ്ങും. അത്യാവശ്യം ഇംഗ്ലീഷ് സംസാരിക്കാൻ വശമുള്ളതുകൊണ്ട് ഒരു ട്രാവൽ ഏജൻസി പതുക്കെ തുടങ്ങിയ ട്രാവൽ ഏജൻസി വളർന്നു. അവൻ പതുക്കെ അവൻ്റെ വീട്ടുകാരെ വിടാൻ വേണ്ടി തുടങ്ങിയാണെങ്കിലും കമ്പ്യൂട്ടർ വെച്ച് തുടങ്ങിയാണെങ്കിലും പതുക്കെ പലരുമൊക്കെ വിട്ടു. അങ്ങനെ കയറി വന്ന ബിസിനസ് എനിക്ക് അത്ഭുതം തോന്നി. സാന്താ മോണിക്ക എന്ന് പറഞ്ഞ ട്രാവൽ ഏജൻസി ഇന്ന് എറണാകുളത്ത് അവൻ വലിയ വീട് വെച്ച് കോടികളുടെ ബിസിനസ്. അവൻ എന്നോട് പറഞ്ഞു, ചോദിച്ചു, അച്ഛാ ഞാൻ 40 രാജ്യത്ത് പോയിട്ടുണ്ട് അച്ഛാന്ന്. 40 രാജ്യങ്ങളിൽ ഞാൻ എൻ്റെ കുട്ടികളെ പറഞ്ഞ് കാനഡയിലും അമേരിക്കയിലും ന്യൂസിലൻഡിലും ഇംഗ്ലണ്ടിലും ഒക്കെ പല രാജ്യങ്ങളിലേക്ക് അനേകരെ റിക്രൂട്ട് ചെയ്ത് വിടുന്നു. അവൻ്റെ ബിസിനസ്സിന് വേണ്ടി പറഞ്ഞു വെച്ചതല്ല. പ്രിയപ്പെട്ടവരെ, ഞാൻ ചിന്തിക്കുകയാണ്, ഒന്ന് വ്യത്യസ്തമായി ചിന്തിക്കുമ്പോൾ എത്രമാത്രം വിജയങ്ങളിലേക്കാണ് നമ്മളൊക്കെ എത്തുന്നത്. ചിലപ്പോഴൊക്കെ ചിന്തിക്കും, ഈ മലയോരത്തുനിന്നും കറണ്ടില്ലാത്ത സ്ഥലത്തു നിന്നൊക്കെ വന്നിട്ട് ഇങ്ങനെയൊക്കെ ചെയ്യേണ്ട കാര്യം. സാധാരണ പോലെ പറമ്പിൽ കൃഷിയൊക്കെ ചെയ്ത് തെങ്ങിൻ്റെ ചുവടൊക്കെ കളിച്ച് അല്ലെ റബ്ബറൊക്കെ ടാപ്പ് ചെയ്ത് അങ്ങനെ ജീവിച്ചു പോയാൽ പോരെ. അതാണ് സാധാരണ മലബാറിൻ്റെ കർഷകൻ്റെ മക്കളുടെ ഫ്രെയിം വർക്കും. ഈ ഫ്രെയിം വർക്ക് ഒന്ന് പൊളിക്കത്തില്ല നിനക്ക്, ഈ ശൈലി ഒന്നും മാറ്റത്തില്ല നിനക്ക്. ഐസക് ന്യൂട്ടനെ കുറിച്ച് കേൾക്കുന്ന കഥയില്ലേ? അദ്ദേഹം ഇരുന്നപ്പോൾ തലയിൽ ആപ്പിൾ വീണു. ആപ്പിൾ വീണപ്പോൾ തലയിൽ ആപ്പിൾ വീണപ്പോൾ എന്തേ തലയിലേക്ക് ആപ്പിൾ വീണത്? ആപ്പിൾ എന്താ താഴേക്ക് വീണത്? മുകളിലേക്ക് പോകാൻ പറ്റിയല്ലോ എന്ന് ചിന്തിച്ചപ്പോഴാണ് പുതിയൊരു ചിന്ത കണ്ടുപിടിക്കുന്നത്, ഗുരുത്വാകർഷണം. ഞാനിങ്ങനെ വെറുതെ ഓർക്കും, നമ്മുടെയൊക്കെ തലയിൽ ആപ്പിളല്ല ചക്ക വന്ന് വീണപ്പോൾ നമ്മൾ ചിന്തിക്കില്ല എന്താണ് തല വന്ന് വീണെന്ന്. ആരുടെ തല വെട്ടിയിട്ടത്? ചക്ക തല വീണ് മുഴയുണ്ടായാലോ? ഇതൊക്കെ പരാതിപ്പെടും. എന്തുകൊണ്ട് എന്ന് വ്യത്യസ്തമായി ചിന്തിക്കുമ്പോഴേ വിജയം ഉണ്ടാകുള്ളൂ. വ്യത്യസ്തമായ ചിന്തകൾക്കും വ്യത്യസ്തമായ വീക്ഷണങ്ങൾക്ക് നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ വിജയം തരികയുള്ളൂ. സാധാ ഫ്രെയിം വർക്കുകളിൽ നിന്നും പുറത്തു കടക്കാൻ ബോധപൂർവം പരിശ്രമിക്കണം പ്രിയപ്പെട്ടവരും. എല്ലാവർക്കും ഒന്നും വലിയവരാകാൻ പറ്റില്ലെങ്കിലും വലിയവരാകാനുള്ള സാധ്യത നിങ്ങളുടെ ഉള്ളിൽ കിടപ്പുണ്ട്. ഇത് കണ്ടെത്തി
വ്യത്യസ്തമായി ചിന്തിച്ചാൽ ആർക്കും വിജയിക്കാൻ സാധിക്കും. എല്ലാവരും ഓർത്തു വെക്കണം, ഇന്നത്തെ കാലഘട്ടങ്ങളിൽ വ്യത്യസ്തമായ ചിന്തയ്ക്കും ബുദ്ധിക്കും മാനേജ്മെൻറ്റിനുമാണ് വിജയമെന്ന് പറയുന്നത്. കഠിനാധ്വാനം എന്ന് പറയുന്നതിനേക്കാളും ഇന്ന് പ്രധാനപ്പെട്ടത് നിൻ്റെ മനോഭാവം എന്ന് പറയുന്നൊരു ശൈലിയുണ്ടല്ലോ. എത്രമാത്രം മനോഭാവം നീ സൂചിപ്പിക്കുന്നുണ്ട് വിജയിക്കണമെന്ന്. വ്യത്യസ്തമായി ചിന്തിക്കാൻ സാധിക്കും, അതാണ് നിൻ്റെ വിജയം. ദൈവം നിനക്ക് തന്നിട്ടുണ്ട് കുറച്ചൊക്കെ, അത് വെച്ച് ജീവിത സാഹചര്യങ്ങളിൽ വിജയം ഉണ്ടാക്കാൻ നീ പരിശ്രമിക്കണം. സാധാരണ ഒരു ഫ്രെയിം വർക്കിൽ ഒതുങ്ങിത്തീരരുത് ഏത് മേഖലയിലും. കഴിഞ്ഞ വർഷം ഒരു കർഷകനോട് ചിന്തിച്ചു, അച്ഛാ ഞാൻ ഈ ദിവസങ്ങൾ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്, റബ്ബർ മരം എന്തുകൊണ്ടാണ് അച്ഛാ ഉണങ്ങിപ്പോകുന്നതെന്ന്. ഞാൻ 30 ദിവസം ഈ റബ്ബറിൻ്റെ വെട്ടിക്കഴിഞ്ഞിട്ട് ബാക്കി സമയത്ത് റബ്ബറിൻ്റെ അടുത്ത് പോയിരിക്കും. അപ്പോഴാണ് അച്ഛാ ഈയിടെ എനിക്ക് മനസ്സിലായത്, ഒരു പ്രത്യേകതരം ചെള്ള്, ഒരു പ്രത്യേകതരം ജീവി ഈ മരത്തിൻ്റെ അകത്തുണ്ടാകുന്നത്. അതാണ് അകത്ത് കയറി പ്രവർത്തിച്ച് ഇതിനെ നശിപ്പിക്കുന്നത്. അദ്ദേഹം അത് കണ്ടെത്തി, അത് നശിപ്പിക്കാനുള്ള മരുന്നിനെക്കുറിച്ച് ആലോചിച്ചു. ആ ചെള്ള്, ആ ജീവിയെ നശിപ്പിക്കാനുള്ള എന്തു മരുന്നാണ് പ്രകൃതി ഉണ്ടാക്കാൻ പറ്റുന്നു. ഇങ്ങനെ ഉണ്ടാക്കി അദ്ദേഹം തൻ്റെ റബ്ബർ മരങ്ങളെ സംരക്ഷിച്ചു. അദ്ദേഹം പറഞ്ഞു വെച്ചു, പലരുടെ റബ്ബർ മരമൊക്കെ തൊലിയൊക്കെ പൊട്ടി ഇങ്ങനെ ഉണങ്ങിപ്പോയപ്പോഴേ എൻ്റെ റബ്ബർ മരത്തെ ഞാൻ സൂക്ഷിച്ചു വെച്ചാൽ. കാരണം അദ്ദേഹം ചിന്തിക്കുകയാണ് ചെയ്തത്. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഓരോരുത്തരെയും പ്രവർത്തന മേഖലകളിൽ എങ്ങനെ കുറേ കൂടെ മെച്ചമായി മുന്നോട്ട് പോകാം എന്നാണ് ഇന്ന് ചിന്തിക്കേണ്ടത്. ഏത് എടുത്തുചാട്ടത്തിനും അപകട സാധ്യതയുണ്ട്, റിസ്ക് ഫാക്ടർ എന്ന് പറഞ്ഞു വെക്കും. പക്ഷേ ആ എടുത്തുചാട്ടം തയ്യാറായാൽ മാത്രമേ നിനക്ക് വിജയിക്കാൻ പറ്റുള്ളൂ. ഏത് പുതിയ സംരംഭവും എന്ന് പറഞ്ഞു വെക്കുന്നത് ഈ രീതിയിൽ നീ വ്യത്യസ്തമായി ചിന്തിച്ചാലേ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അല്ലാതെ എല്ലാവരും ഇങ്ങോട്ട് വന്ന് നിന്നെ തൃപ്തിപ്പെടുത്തും, നിന്നെ സംതൃപ്തമാക്കും, ഇംഗ്ലീഷ് ഭാഷ പറഞ്ഞാൽ നിനക്ക് ഫീഡ് ചെയ്ത് തരും, നിൻ്റെ വായി കോരി ഒഴിച്ചു തരും എന്നൊന്നും നീ ചിന്തിക്കരുത്. നിൻ്റെ ജീവിത സാഹചര്യത്തിൽ എങ്ങനെ വിജയിക്കാമെന്ന് ഓരോരുത്തരും ചിന്തിക്കണം. മാറി ചിന്തിക്കാനാണ് ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഓരോരുത്തരും ഓർക്കണം, ഒരു 100 വർഷങ്ങൾക്ക് മുമ്പോ 150 വർഷങ്ങൾക്ക് മുമ്പോ സായിപ്പ് കൊണ്ടുവന്ന് കാണിച്ചെന്ന് കമ്പ് നട്ട് കാണിച്ച റബ്ബർ, ഈ റബ്ബറിനെ ചെത്തിയും ഇതിൻ്റെ പാലെടുത്തും ഇതിൻ്റെ ഒട്ടുപാല് പൊളിച്ചും നമ്മൾ കേരളത്തിലെ ഒരുപാട് ക്രൈസ്തവ മക്കളും അല്ലാത്ത ജനവും സാമ്പത്തിക നേട്ടം ഉണ്ടാകും. ഇന്ന് റബ്ബർ എന്നതൊന്ന് ലാഭകരമായ ബിസിനസ്സല്ല. വ്യത്യസ്തമായി മാറി ചിന്തിക്കണം. പുതിയ ഏത് കൃഷിയാണ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നത്, പുതിയ മേഖലയിൽ എങ്ങനെയാണ് വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്നത് എന്നും ഈ റബ്ബറിൻ്റെ പുറകെ നടക്കരുത്. മറ്റെന്താണ് സാധ്യത എന്ന് ചിന്തിക്കണം. ഓരോരുത്തരുടെ മേഖലയിലും ഒരു കാലത്ത് നെൽകൃഷി നഷ്ടമായിരുന്നു. നമ്മൾ ധാരാളമായി നെൽകൃഷി ചെയ്തുകൊണ്ടിരുന്നവരാ. ഇപ്പോൾ കേരളത്തിലെ പ്രത്യേക സാഹചര്യത്തിൽ നെൽകൃഷി ലാഭമല്ലെന്ന് തോന്നിയപ്പോൾ പലവിധ കൃഷികളിലേക്ക് കടന്നു. അങ്ങനെയാണ് ജീവിക്കാൻ തുടങ്ങിയത്. എന്നും നെൽകൃഷിയെ കെട്ടിപ്പിടിച്ചിരുന്നിരുന്നുവെങ്കിലോ നമ്മൾ സാമ്പത്തിക തകർന്നു പോയതിനും. പുതിയ ഭക്ഷ്യധാന്യങ്ങളും ഭക്ഷ്യശൈലികളും കൃഷി മാർഗങ്ങളും ഒക്കെ കണ്ടുപിടിക്കണം. ഒരു കാലത്ത് തെങ്ങയിൽ കയറി തേങ്ങ ഇട്ടുകൊണ്ടിരുന്നു. തെങ്ങയിൽ കയറി ആളുകൾ കയറി കയറും കെട്ടി കയറി തേങ്ങ ഇടുന്നു, തേങ്ങ പറിക്കുന്നു. ഇന്ന് സാധാരണ കർഷകൻ തന്നെ ഇതിന് വ്യത്യസ്തമായ മാർഗം എന്താ ചിന്തിച്ച് തെങ്ങ് കയറുന്ന മെഷീൻ കണ്ടുപിടിച്ചില്ലേ, തെങ്ങ് കയറാനുള്ള പുതിയ രീതികളിലേക്ക് എത്തിയില്ലേ. അങ്ങനെ തന്നെയാണ് പ്രിയപ്പെട്ടെ, വ്യത്യസ്തതയിൽ എല്ലാം കണ്ടുപിടിച്ച് വരും. ഓരോ വ്യക്തിയും ചിന്തിക്കണം, എൻ്റെ ഇപ്പോഴത്തെ ജീവിത സാഹചര്യത്തിൽ ഞാൻ സാധാ ഫ്രെയിം വർക്കിൽ നിന്നും മാറി വ്യത്യസ്തമായി ചിന്തിക്കാൻ തുടങ്ങിയാലേ എനിക്ക് വിജയമുണ്ടാകുകയുള്ളൂ. നമ്മുടെ ജീവിത സാഹചര്യങ്ങളിലും ഓരോ സ്ഥലത്തും ചിന്തിക്കണം. ഒരു അധ്യാപകൻ സാധാരണ പോലെ പോയി പഠിപ്പിക്കുകയല്ല, എൻ്റെ കുഞ്ഞുങ്ങളുടെ മനസ്സിൽ ഈ ചിന്തകൾ നിറച്ചു കൊടുക്കാൻ വ്യത്യസ്തമായി എന്ത് ചെയ്യാനാകുമെന്ന് ചിന്തിക്കുമ്പോഴാണ് അവൻ പഠനോപകരണങ്ങളും ഉപാധികളും കണ്ടെത്തി നന്നായി അവതരിപ്പിക്കുക. ഒരു കാലത്ത് വെറും പ്രസംഗങ്ങൾ ക്ലാസ് ആയിരുന്നെങ്കിൽ ഇന്ന് സ്മാർട്ട് ക്ലാസ് റൂമുകളൊക്കെ ആയത് ആ പശ്ചാത്തലത്തിലാണ്. ഏറ്റവും നന്നായി അവതരിപ്പിക്കാനുള്ള പുതിയ ശൈലികളിനെക്കുറിച്ച് ചിന്തിച്ചു വരണം. സാധാരണ നിലയിൽ അപകടം ഉണ്ടാകും, പരാജയപ്പെടും എന്നൊക്കെ ചിന്തിച്ച് ഒതുങ്ങിയിരിക്കരുത്. എല്ലാവർക്കും എപ്പോഴും പേടിയാണ്, എന്തിനാണ് ഞാനിങ്ങനെ ചെയ്തു വെക്കുന്നത്, ഇതിൻ്റെ ഇടയ്ക്ക് മുന്നോട്ട് പോകേണ്ട കാര്യമുണ്ടോ, ഇങ്ങനെയൊക്കെ പോയാൽ പോരെ. അല്ല, വ്യത്യസ്തമായി ചിന്തിക്കണം.
ഓരോ ദിനങ്ങളിലും എൻ്റെ സമൂഹത്തെയും എൻ്റെ കുടുംബത്തെക്കുറിച്ച് വ്യത്യസ്തമായി ചിന്തിക്കാനുള്ള ഒരു വളർച്ച നിങ്ങൾക്കുണ്ടാകണമെന്ന് ഞാൻ ആവശ്യപ്പെടുന്നു. ഈ കാലഘട്ടത്തിൽ നമ്മൾ പഴയ ഫ്രെയിം വർക്കുകളിലും പഴയ ശൈലികളിലേക്കും ഒതുങ്ങിയിരിക്കരുത്. ആധ്യാത്മികതയിലും ഈ ചിന്ത നിങ്ങളിലേക്ക് കൊണ്ടുവരിക. പ്രിയപ്പെട്ടവരെ, ഒരു കാലത്ത് നമ്മുടെ ആധ്യാത്മികതയിൽ സങ്കീർത്തനങ്ങൾ ചൊല്ലി പ്രാർത്ഥനകൾ ചൊല്ലിയ യാമപ്രാർത്ഥനകൾ ചെയ്തിരുന്നത് നല്ലതാണ്. ഇന്ന് യാമപ്രാർത്ഥനകൾ നല്ലതാണ്. പക്ഷേ നമുക്കറിയാം, ഈ കാലഘട്ടങ്ങളിൽ ഈ സങ്കീർത്തനങ്ങൾ പാടിയും സ്തുതിച്ചും പ്രൈസ് ആൻഡ് വർഷിപ്പിലേക്ക് മാറി. ഇതുപോലെ തന്നെ ജനത്തിൻ്റെ ആത്മീയമായി ഉണർത്താനാവുന്ന പുതിയ പുതിയ പ്രാർത്ഥനാ ശൈലികൾ രൂപപ്പെട്ടു വരണം. നമ്മുടെ അജപാലന ശൈലികളിലും നമ്മുടെ സഭയുടെ വിശ്വാസ പരിശീലനത്തിലും ഈ പുതിയ ശൈലി രൂപപ്പെട്ടു വരണം. അതുകൊണ്ടാണ് ഇപ്പോൾ രൂപതകളിലും ഇടവകളിലൊക്കെ കുടുംബ കൂട്ടായ്മകളുടെ പുതിയ ശൈലി രൂപപ്പെട്ടു വരുന്നത്. ഞായറാഴ്ച കുർബാനയ്ക്ക് വന്ന് പള്ളിയിൽ വന്ന് പ്രാർത്ഥിച്ച് പോകുക മാത്രമല്ല, മാസത്തിലൊരിക്കൽ നിങ്ങളുടെ യൂണിറ്റിൽ നിങ്ങൾ ഒന്നിച്ച് ചേരണം. പ്രാർത്ഥിക്കുന്നത് മാത്രമല്ല, അവിടെ പങ്കുവെക്കണം, സംഭാഷണം നടത്തണം, ഒന്നിച്ച് ഭക്ഷണം കഴിക്കണം, കൂട്ടായ്മ. അതിലൂടെ സഭ രൂപപ്പെട്ടു വരികയാണ്. ആദിമസഭയിൽ രൂപപ്പെട്ട ഈ ശൈലി ഇടക്കാലം കൊണ്ട് പുറകോട്ട് പോയിരുന്നു. ഇന്ന് ഈ ശൈലി ഒരിക്കൽ കൂടി നമ്മുടെ അജപാലന പ്രവർത്തനങ്ങളിൽ ഇടവക ജീവിതത്തിൽ തിരിച്ചു കൊണ്ടുവരുമ്പോൾ നമ്മുടെ പരസ്പര ബന്ധവും ഇടവക പ്രവർത്തനങ്ങളും സഭയോടുള്ള ബന്ധവും കൂടുതൽ സജീവമാകും. അതായത് എല്ലാ കാലത്തും പുതുമയിലേക്കാണ് നമ്മൾ പോകേണ്ടത്. എല്ലാ കാലത്തും പുതിയ ശൈലികളാണ് തേടിയെത്തേണ്ടത്. പഴയതിലേക്ക് മാത്രം ഒതുങ്ങി നിൽക്കാനാവുന്ന ഒരു പ്രലോഭനത്തെ നമ്മൾ അതിജീവിച്ചേ പറ്റും. യഹൂദ നിയമത്തിൻ്റെ എല്ലാ നന്മകളും ഏറ്റെടുത്തുകൊണ്ട് തന്നെ പുതിയൊരു ശൈലിയെക്കുറിച്ചാണ് യേശുക്രിസ്തു പഠിപ്പിച്ചത്. പ്രിയപ്പെട്ടവരെ, നമ്മളിപ്പോൾ ആയിരിക്കുന്ന സമൂഹത്തിൻ്റെയും സഭയുടെയും നന്മകളും നല്ല വശങ്ങളും ഒക്കെ നമുക്ക് സ്വീകരിക്കാം. പക്ഷേ അതുമാത്രമേ ഉള്ളൂ, അതുമാത്രമേ മതി എന്ന് ശാഠ്യം പിടിക്കരുത്. അതോടൊപ്പം തന്നെ പുതുമയുള്ള അനുഷ്ഠാനങ്ങളും പുതുമയുള്ള ആചാരശൈലികളും പുതുമയുള്ള സംവിധാനങ്ങളും രൂപപ്പെട്ടു വരണം. പുറത്തെ ലോകം, ഭൗതിക ലോകം ഓരോ കാലത്തും മാറിക്കൊണ്ടിരിക്കുകയാണ്. കാർഷിക മേഖലയിലും ബിസിനസ് മേഖലയിലും എല്ലാം മാറ്റം കടന്നു വരികയാണ്. എങ്കിൽ ആധ്യാത്മിക മേഖലയിലും അനുഷ്ഠാന മേഖലകളിലും ഒക്കെ ഈ പുതിയ ശൈലികൾ രൂപപ്പെട്ടു വരണം. അതിലേക്ക് എടുത്തു ചാടണം. ആരെങ്കിലുമൊക്കെ മുന്നോട്ട് ചിന്തിക്കണം, എങ്കിലേ അത് നിലനിൽക്കുകയുള്ളൂ. 85-90 കാലഘട്ടങ്ങളിലാണ് ബഹുമാനപ്പെട്ട നായിക്കാമ്പറമ്പിളച്ചനും പനക്കിലച്ചനും ഒക്കെ വലിയ കൺവെൻഷനുകളിലൂടെ കേരള സഭയെ ഉണർത്തിയത്. അതുവരെ ഇടവക പശ്ചാത്തലത്തിൽ മാത്രം ധ്യാനങ്ങളും ഏറി വന്ന പോപ്പുലർ മിഷൻ ധ്യാനങ്ങളുടെ സമൂഹത്താണ് ലക്ഷങ്ങൾ പങ്കെടുക്കുന്ന വലിയ കൺവെൻഷനുകൾ ആരംഭിച്ചത്. അത് കേരളത്തിലെ ആത്മീയതയിൽ ഒരു നവോത്ഥാനമായിരുന്നു. അനുസരിച്ച് എത്രയോ പ്രഗത്ഭരായ ധ്യാന ഗുരുക്കന്മാർ, എത്രയോ ശുശ്രൂഷകൾ, കൺവെൻഷനുകൾ, ജനത്തെ ആത്മീയമായി ഉണർത്താൻ ദൈവം കണ്ടെത്തുന്ന പുതിയ മേഖലകളും അതിലൂടെ വളർന്നു. ഇതുപോലെ തന്നെ അടുത്ത പുതിയ ശൈലികളും രൂപപ്പെട്ടു വരണം. ദൈവം ഓരോ കാലഘട്ടങ്ങളിലും ഓരോ വ്യക്തികളിലൂടെ പ്രവർത്തിക്കുന്നു. നിനക്ക് നിൻ്റെ സഭയെയും നിൻ്റെ സമൂഹത്തെയും മുന്നോട്ട് നയിക്കാൻ ദൈവാത്മാവോട് ചേർന്ന് നീയും പ്രവർത്തിക്കണം. അതുകൊണ്ട് എന്നും ഒതുങ്ങി പോകേണ്ടവരല്ല, പഴയതിലേക്ക് മാത്രം ചുരുങ്ങേണ്ടവരല്ല, മുന്നോട്ട് കുതിക്കാൻ ഏതാകുമെന്ന് ചിന്തിക്കണം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ആത്മീയ മേഖലകളിലും ഭൗതിക മേഖലകളിലും കുടുംബ പശ്ചാത്തലത്തിലും നിൻ്റെ ബിസിനസ്സിലും നിൻ്റെ സ്കൂളിലും നിൻ്റെ എല്ലാ മേഖലകളും പുതുമകൾ തേടാനാണ് ഞാൻ നിങ്ങളെ ആഹ്വാനം ചെയ്യുന്നത്. പുതുമയ്ക്ക് എന്നും അപകട സാധ്യതയുണ്ട്. പക്ഷേ അങ്ങനെ ചിന്തിച്ചു തുടങ്ങിയാൽ എപ്പോഴെങ്കിലുമൊക്കെ നമുക്ക് വിജയിക്കാൻ സാധിക്കും. അമിതമായി അപകടത്തെക്കുറിച്ച് ചിന്തിച്ച് നഷ്ടമാകുമല്ലോ എന്ന് ചിന്തിച്ച് പുറകോട്ട് വലിയരുത്. ചെയ്തു നോക്കുക, വിജയിക്കും. ഇന്നത്തെ യുവജനങ്ങൾ വളരെ ബുദ്ധിയുള്ള പിള്ളേർ, കർമ്മശേഷിയുള്ള കുഞ്ഞുങ്ങൾ, ഞാൻ അവരെയൊക്കെ ആഹ്വാനം ചെയ്യുന്നു. ഈ സമൂഹത്തെ കുറേയും കൂടെ മെച്ചമാക്കാനുള്ള പുതിയ ശൈലികൾ, പുതിയ രീതികൾ, പുതിയ സംവിധാനങ്ങൾ രൂപപ്പെട്ടെടുക്കാൻ നിങ്ങൾക്ക് സാധിക്കും. ഒരു കാലത്ത് കണ്ടുപിടിച്ച് നമുക്ക് കിട്ടിയതിലേക്ക് മാത്രം ഒതുങ്ങാതെ പുതിയ കണ്ടുപിടുത്തങ്ങളും പുതിയ കുതിച്ചുചാട്ടങ്ങളും ഉണ്ടാകട്ടെ.
പ്രത്യേകിച്ച് സാമ്പത്തിക മേഖലയിൽ ഈ അസ്വസ്ഥത കാലഘട്ടങ്ങളിൽ വിജയിക്കുവാനും നല്ല നേട്ടങ്ങൾ കൊയ്യുവാനാവുന്ന പുതിയ സംവിധാനങ്ങളും പുതിയ ബിസിനസ്സും പുതിയ രീതികളും ഉണർത്തിക്കൊണ്ടുവരാൻ യുവജനങ്ങൾക്ക് സാധിക്കട്ടെ എന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ ദൈവമേ, ഞങ്ങളുടെ മനസ്സുകൾ തുറക്കണമേ. പുതുമ കണ്ടെത്തുവാനും പുതിയ വഴികളിലൂടെ നടക്കുവാനും ധൈര്യം ഞങ്ങൾക്ക് നൽകണമേ. ഇന്ന് ഞങ്ങളായിരിക്കുന്ന എല്ലാ നന്മകളും സ്വീകരിച്ചുകൊണ്ട് പുതു നന്മയിലേക്ക് മുന്നോട്ട് പ്രയാണം ചെയ്യുവാൻ ശക്തി നൽകണമേ. പരിശുദ്ധാത്മാവായ ദൈവമേ, ഞങ്ങളുടെ സഭയെയും സമൂഹത്തെയും നവീകരിക്കുവാനും വളർത്തുവാനും വിജയിപ്പിക്കുവാനുമായി പുതിയ ഉണർവ് ഞങ്ങൾക്ക് നൽകണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. ആമേൻ.